കൗതുകകരമായ ഒരു കണക്ക് 2006 കെ ദിവാകരൻ MLA ആണ് അവസാനമായി CPM-ന്റെ ഇടതുമുന്നണിയുടെ MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിൽ 71% പോളിംഗ്. ആ 2006 മുതലാണ് ശക്തമായ ത്രികോണ മത്സരം അവിടെ വന്നു തുടങ്ങി. കാര്യം ഒ രാജഗോപാൽ അവിടെ പിടിക്കുന്നത് 24% വോട്ടാണ്, 27,000. എന്നാൽ ഇപ്പോൾ നോക്കൂ, അത് 42,000 43,000 എന്ന മട്ടിലേക്ക് വളർന്നിട്ടുണ്ട്. അതേസമയം CPM-ന്റെ 41,000 എന്നുള്ള കണക്ക് 37,000 താഴുകയും ചെയ്തു. അവിടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ എന്ത് മാറ്റമുണ്ടാക്കും? പോളിംഗ് പെർസെന്റേജ് കുറയുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാം, ഒരു 38,000 CPM-ന്റെ വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാര്യം CPM-ൽ അവസാന നിമിഷമൊന്നും ആഭ്യന്തരമായിട്ടുള്ള വിഷയമില്ല, അവർ പ്രസ്റ്റീജിയസ് ഫൈറ്റായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സരിനോടൊപ്പം നില ഉറപ്പിക്കുന്ന കാഴ്ച കാണുന്നു. അതേസമയം C കൃഷ്ണകുമാർ സന്ദീപിന്റെ വരവോടുകൂടി കൂടുതൽ കരുത്തനായി എന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അവിടെയും ഒരു 43,000 44,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ 1:30 ആണെങ്കിൽ അപ്പോഴും ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അതാണ് ബാക്കിയുള്ള 43 30 അല്ല 43 ആണല്ലോ കൃഷ്ണകുമാറിന്റെ ബേസ്. ഇപ്പോൾ 1,35,000 പോളിംഗ് പോകുന്നു. അതെ, പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. അതായത് ഈ ഹരിദാസൻ എവിടെയാണ് എന്നറിയാൻ വേണ്ടി ഹരിദാസനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹരിദാസൻ വോട്ട് ചെയ്യാതിരുന്നത് പാർട്ടി തീരുമാനം അനുസരിച്ചാണ്. അതായത് ഇതൊരു പോളറൈസേഷനിലേക്ക്, ഇരട്ട വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോളറൈസേഷനിലേക്ക്, സംഘടനത്തിലേക്ക് ഒക്കെ ഹരിദാസന് വോട്ട് അവിടെയുണ്ട്. ഹരിദാസൻ വോട്ട് ചെയ്യാൻ എത്തിയാൽ അതൊരു സംഘർഷത്തിലേക്ക് പോകും. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണ് ഹരിദാസൻ തീരുമാനമാണ്. അത് മാതൃകാപരമായ തീരുമാനം മാത്രമല്ല അരുണ, ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ കഴിഞ്ഞൊരു രണ്ടാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ നടന്ന വലിയ വാക്പോരുകളുണ്ട് അല്ലേ? ആ വാക്പോരുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലമായി തന്നെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇത്രയധികം റിപ്പോർട്ടർമാരെ വിന്യസിച്ചതും ഇതിന്റെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അവസാന നിമിഷം നമ്മൾ ഈ പറയുന്ന ഗേറ്റ് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന തർക്കം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒന്ന് ബൂത്തിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന തർക്കമൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള തർക്കമാണ്. അതായത് കഴിഞ്ഞ രണ്ടാഴ്ച പാലക്കാട്ട് നടന്ന 3 മുന്നണികൾക്കിടയിലുള്ള വാക്പോരുകൾ വെച്ച് നോക്കുമ്പോൾ സാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളെ പാലക്കാട് സംഭവിച്ചു. പക്ഷേ ബൂത്ത് നമ്പർ 48 സംഭവിച്ചതിനെ ചൊല്ലി LDF-ഉം BJP-യും ഒരേ തരത്തിൽ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥി വോട്ടർമാരുടെ നീണ്ട നിരയാണ്. അവിടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ UDF-ന് എഡ്ജുള്ള ബൂത്തുമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് വരുമ്പോൾ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കുമല്ലോ വരിക. മറ്റിടങ്ങളിലെല്ലാം രാഹുൽ വന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ ഇവിടേക്ക് രാഹുൽ വന്നു കഴിയുമ്പോൾ രാഹുൽ കൈപ്പത്തി ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോളിംഗ് ബൂത്തിനകത്ത് നിന്ന് തന്നെ തർക്കം തുടങ്ങുകയാണ്. എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കൈപ്പത്തി ചിഹ്നവുമാണ്.